അമേരിക്കയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അന്തം വിട്ട ട്രംപ് എന്തും ചെയ്യും, അതിനകത്ത് സംശയമൊന്നുമില്ല. അതുവരെ അമേരിക്കയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇറാനെ ആക്രമിക്കണമെന്ന്. പക്ഷേ അമേരിക്കയ്ക്ക് 3 പ്രശ്നമുള്ളത്. ഒന്ന്, ലോജിസ്റ്റിക്സ്. മിഡിൽ ഈസ്റ്റിലേക്കുള്ള അമേരിക്കയിൽ നിന്നുള്ള ലോജിസ്റ്റിക്സ് അത്ര എളുപ്പമല്ല. 2, വെനസ്വേല ആക്രമിച്ച സമയത്ത് അമേരിക്ക എന്താ ചെയ്തത്? മഡൂറോയെ ഒരു തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചു. തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ നിയമം അനുസരിച്ച് അവർക്ക് കോൺഗ്രസിൻ്റെയോ സെനറ്റിൻ്റെയോ അംഗീകാരം വേണ്ട അവിടെ കയറി അടിക്കാനായിട്ട്. അങ്ങനെയാണ് മഡൂറോനെ പൊക്കിയെടുത്തുകൊണ്ട് പോയത്. ഇറാൻ അങ്ങനല്ല. ഇറാനോട് നേരിട്ടൊരു യുദ്ധം നടത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സെനറ്റിൻ്റെ അപ്രൂവൽ വേണം. പണ്ട് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് ജോർജ് W. ബുഷ് പോയിട്ട് അംഗീകാരം മേടിച്ചിട്ടാണ് നേരത്തെ ഇറാഖിൽ പോയത്. രാസായതുകൊണ്ട് ഏറ്റവും അവസാനം എന്തായി? ഒന്നും ഉണ്ടായില്ല, ഒന്നും ഇല്ലാതായിപ്പോയി. അവിടുന്ന് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു നിലവിലത്തെ സിനാരിയോയിൽ സെനറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടുമെന്ന് അമേരിക്കയ്ക്ക് യാതൊരു ഉറപ്പുമില്ല. അത് 2ാമത്തെ പ്രശ്നം. 3ാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന് വിചാരിക്കുക ഹൈപ്പോത്തറ്റിക്കലി. ഇറാൻ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകൾ, ഖത്തറിലുണ്ട് ബേസ് ഉണ്ട്, കുവൈറ്റിൽ, അങ്ങനെ പല സ്ഥലത്തും ബേസുകളുണ്ട്, അമേരിക്കൻ ബേസുകളുണ്ട്. അങ്ങോട്ടേക്ക് വ്യോമാക്രമണം അഴിച്ചിടും എന്നാണ് പറയുന്നത്. അമേരിക്ക അതിനെ തടുക്കും. ഇത് പൊട്ടുപിഴച്ച് ആ അമേരിക്കൻ ബേസുകളിൽ വീഴുന്ന സാധനം തടുക്കും. ഇത് പൊട്ടുപിഴച്ച് ആ രാജ്യത്തെ മറ്റെവിടെയെങ്കിലും പോയാൽ വീഴുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് തടുക്കാനായിട്ട് വലിയതൊന്നുമില്ല എന്നൊരു ആശങ്ക മറ്റ് രാജ്യങ്ങൾ അമേരിക്കയോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാനുമായിട്ട് ഒരു പൂർണ്ണ യുദ്ധത്തിന് അമേരിക്ക പോകുന്നതിന് മുൻപ് ഈ അമേരിക്കയുടെ സൗഹൃദ രാഷ്ട്രങ്ങളുണ്ടല്ലോ മിഡിൽ ഈസ്റ്റിലെ, അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നൊരാവശ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് അത് അമേരിക്കയ്ക്ക് അങ്ങനെ അങ്ങ് ഉറപ്പുവരുത്താൻ പറ്റത്തില്ല. എന്തു വന്നാലും ഒരു യുദ്ധമല്ല, അതിൻ്റെ അകത്തൊരു അൺസർട്ടനിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. ഈ സംഗതികളെല്ലാം എവിടെയെങ്കിലും മിറ്റിഗേറ്റ് ചെയ്ത് അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ മാത്രമേ അമേരിക്ക ഇറാനെ ആക്രമിക്കൂ.